വാസ്തുമണ്ഡലം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുമുള്ളത് വാസ്തു ആചാര്യൻ, വാസ്തു പണ്ഡിതൻ, വാസ്തു ശ്രേഷ്ഠൻ, ഇനി എന്തൊക്കെ വിശേഷം വാസ്തുവിലുണ്ടോ അതൊക്കെ നൽകാവുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ മുരളീധരൻ സാറാണ്. സാറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല, ഒട്ടനവധി ക്ഷേത്രങ്ങൾ അതുപോലെ ഒട്ടനവധി വീടുകളുടെയൊക്കെ വാസ്തു നിർണയത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ആളാണ്. സ്വാഗതം സാർ. നമസ്കാരം സാർ. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ ഒരു ഫോട്ടോ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ സാറിനെ ആദരിക്കുന്നതായിട്ട് കണ്ടു. ഒരു ഉപഹാരം നൽകി ആദരിക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് സാർ? അതുപോലെ തന്നെ അതിനടിയിലൊരു ചെറിയ ക്ലിപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു. പഞ്ചമി വാരാഹി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വച്ച് നടന്ന ചടങ്ങിലാണ് സാറിന് ആ അവാർഡ് നൽകപ്പെട്ടത്. എന്താണ് അവാർഡിൻ്റെ പ്രത്യേകത? ഒന്ന്. രണ്ടാമത് അതിനോടുള്ള ഒരു ഉപചോദ്യം കൂടിയുണ്ട്. പഞ്ചമി വാരാഹി ക്ഷേത്രത്തിനെ കുറിച്ച് ഉള്ള ഒരു അഭിപ്രായവും. ഈ പഞ്ചമി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ പേട്ട കല്ലുമൂട്, അവിടുത്തെ ആ ക്ഷേത്രം പണ്ട് വരെ ഉള്ളതാണ് പഞ്ചമി ക്ഷേത്രം. അപ്പം പഞ്ചമി എന്നുള്ള നെയിം വെച്ചാൽ പാർവതിദേവിയുടെ 5ാമത്തെ നെയിമായിട്ടാണ് അറിയപ്പെടുന്നത്. ശാന്തരൂപിണിയായ അമ്മയായിട്ടാണ് പഞ്ചമി എന്നുള്ള ഭാവം കാണുന്നത്. എന്നാൽ ആ ക്ഷേത്രത്തിൽ വാരാഹിക്ക് വളരെയധികം പ്രാധാന്യം ആ ഭാഗത്ത് ആ അമ്പലത്തിൽ കണ്ടുവന്നതിനാൽ ഒരുപാട് ദേവപ്രശ്നങ്ങളിലും ഇത് അമ്മയോടെ പ്രതിഷ്ഠിക്കണം എന്നുള്ളത് സർവ്വസാധാരണമായിട്ട് എല്ലാ ദേവപ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു. അങ്ങനെ അതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ വാരാഹി പ്രതിഷ്ഠ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആരംഭം എടുത്തു. അങ്ങനെ ആ ദേവപ്രശ്നങ്ങൾ നോക്കിയപ്പോൾ ഇത് പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ 2-3 പേര് അവർ ദേവപ്രശ്നം ഇട്ട്, അതിൽ എൻ്റെ പേരാണ് ഞാൻ ചെയ്യണം എന്നുള്ളതാണ് ആ അമ്മയുടെ ഇഷ്ടം എന്ന് കണ്ടെത്തി. എൻ്റെ ഭാരവാഹികളെല്ലാം വന്ന് എന്നെ കണ്ടു. ഇങ്ങനെയാണ് സാറിനെയാണ് ഇത് തിരഞ്ഞെടുത്തേക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് വാരാഹി എന്ന് പറയുന്നത് വരാഹത്തിൻ്റെ മുഖവും സുന്ദരമായ ശരീരത്തു കൂടിയുള്ള ഉഗ്രമൂർത്തിയാണ്, ഉഗ്രമൂർത്തി ഭാവമാണ്. സാധാരണ നമ്മൾ ജനങ്ങളെന്താ ഭദ്രകാളി, അതിനാണ് ഉഗ്രമൂർത്തി. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വാരാഹി പഞ്ചമി എന്നുള്ളത്. വാരാഹി സപ്തമാതൃക്കൾ 5ാമത്തെ ഭാവത്തിലേക്കുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നാമത് കലിയുഗകാലാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഭ്രാന്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കാം, ഒരു മനസ്സമാനം എവിടെ കിട്ടും എന്ന് തേടി നടക്കുന്ന അവസ്ഥയാണ് ഇന്ന് ജനങ്ങൾക്കുള്ളത്. അത് പൈസ ഉള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും മനസ്സമാധാനം കുറവ്. പൈസ അവർക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. അപ്പം മനസ്സമാധാനം തേടിയിട്ടുള്ള നടക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ വാരാഹിയെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഇത് വിധിപ്രകാരം ആ ക്ഷേത്രം ഞാൻ തന്നെ അത് പണി കഴിപ്പിച്ചത്. അതെൻ്റെ ഒരു ശില്പി ഉണ്ടായിരുന്നു, രാജേഷ് എന്ന് പറയും, അയാളെ കൊണ്ടാണ് ഞാനത് പരിപൂർണമായിട്ട് ചെയ്യിപ്പിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള പ്രതിഷ്ഠയും നടത്തി അത് എന്നെപ്പോലും എനിക്ക് പോലും അതിശയം എന്നുള്ള രീതിയിൽ കൂടെ അത് വളർന്നു, വളരെ ഭയങ്കരമായിട്ട് വളർന്നു. ഇപ്പോൾ അതിൻ്റെ വളർച്ചയുടെ നല്ല രീതിയിലായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവർക്ക് നല്ല സാമ്പത്തിക ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഒറ്റ വാസ്തുമണ്ഡലത്തിനകത്ത് ശാന്തരൂപിണിയും ഉഗ്രരൂപിണിയാണ്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഈ ശാന്തരൂപിണിയെ പിന്നെ പോയി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്, ഉഗ്രരൂപിണിയെ പ്രാർത്ഥിക്കണമെന്ന്. ഇതെല്ലാം അമ്മയുടെ ഭാവമല്ലേ? ഇതെല്ലാം ഫലത്തിലെന്താണ്? നമ്മൾ ഈ പാർവതിയുടെ പല രൂപത്തിലും ഭാവത്തിലും പല ക്ഷേത്രങ്ങൾ ഇരിക്കണമെങ്കിലും ഇതെല്ലാം ഓരോ നിഗ്രഹം ചെയ്യുന്നതിന് വേണ്ടി അമ്മ ഓരോ അവതാരം എടുത്തതാണ് അല്ലേ? അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിമിൽ പല പേരിൽ അമ്മയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ പേരിൽ കൂടെ അമ്മയെ തൊഴുതാൽ മതി, ഫലം കിട്ടും. കാരണം അതെല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്.
പിന്നെ ചില മന്ത്രങ്ങൾ ചില മാറ്റങ്ങൾ പൂജ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഫലത്തിൽ അമ്മ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ നമ്മുടെ ശബരിമല ഇരിക്കുന്നു. അതെ, അയ്യപ്പൻ്റെ പിന്നെ അല്ലത്തെ പ്രതിഷ്ഠകളുണ്ട്. ചിലപ്പോൾ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയായിരിക്കും ശരിക്കുള്ളത്, എങ്കിലും ജനങ്ങൾ വിളിക്കുന്നതന്നെ അയ്യപ്പ എന്നേ വിളിക്കും അല്ലേ. അതെ, ശാസ്താവ് ലയിച്ചേർന്നതാണ് അയ്യപ്പൻ എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ജനങ്ങൾ ഇതെല്ലാം വിശ്വാസമാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ വരാഹി പഞ്ചമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞ ശേഷം അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ധാരാളം വിദൂര ദേശങ്ങളിൽ നിന്ന് അവിടെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വാരാഹി പഞ്ചമി കേരളത്തിൽ ആദ്യമായിട്ട് ഇതൊന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ അമ്പലം പണിഞ്ഞാലുള്ള ക്രെഡിറ്റ് എനിക്കുണ്ട്. അതെ അതെ അതെ, അതാണ് എൻ്റെ പ്രത്യേകത കേട്ടിട്ട്. അപ്പോൾ അത് എൻ്റെ കൈ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചാണ് ഈ അവാർഡ് ഗവർണർ അവാർഡ് എം ജി ശ്രീകുമാറിനൊരു അവാർഡ് കൊടുത്തു. എന്നെ അവിടെ വെച്ച് ആദരിച്ച ചടങ്ങ്. എന്നെ അവിടെ വെച്ച് ആദരിക്കുകയാണ്, ഗവർണർ ആദരിച്ചു. അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതൊക്കെ ഒരു നിമിത്തം പോലെയാണ് ഞാൻ കാണുന്നത്. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതിൽ ഞാനിപ്പോൾ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ അതിലൊന്നും വെള്ളം ചേർക്കാറില്ല. എന്താണ് ശരിയായിട്ട് ഒന്നൊന്നും കൂട്ടി രണ്ടല്ലേ വരും, കണക്കൊത്തി തന്നെ ചെയ്യും, അതിൽ മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞു കേട്ടോ. സാർ ഒരു കോളുണ്ട്. ഹലോ ഹലോ, ആ ചോദിച്ചോളൂ. മുരളി സാറുണ്ട്, ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ സാർ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കണേ. പേരൂടെ പറഞ്ഞോളൂ. ഹലോ, പേര് കൂടെ പറഞ്ഞിട്ട് സാറിൻ്റെ ചോദിച്ചോളൂ. പേര് സിമിയാണ് സാർ. സിമി. ശരി, ഓക്കെ, പറഞ്ഞോളൂ. സാർ, എനിക്ക് എൻ്റെ വീട്ടില്, അതായത് ഞങ്ങളിപ്പോൾ ഇവിടെ താമസമായിട്ട് 4 വർഷമായി. പക്ഷേ ഞങ്ങൾ ഇവിടെ കയറിയത് മുതൽ എല്ലാവർക്കും അസുഖങ്ങളും പ്രശ്നങ്ങളും, പിന്നെ മോൾക്കിപ്പോ അവള് വിദ്യാതടസ്സമൊക്കെ വന്നിരിക്കുക. അവൾക്കിപ്പോ ഒരു സർജറിയൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്താണെന്ന് അറിയില്ല സാർ, എല്ലാവരും ഇങ്ങനെ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുക. സ്വന്തം വീടാണോ അതോ വാടക വീടാണോ? നിങ്ങളുടെ സ്വന്തം വീടാണോ വാടക വീടാണോ? സ്വന്തം വീടാണ്. സ്വന്തം വീട്. ഇരുനില കെട്ടിടമാണോ അതോ ഒറ്റ നിലയേ ഉള്ളോ? 2 നില കെട്ടിടമാണോ? 2 നിലയാണ് സാർ. ഞങ്ങൾ റിനോവേഷൻ ചെയ്തതാ. നേരത്തെ പഴയൊരു വീടായിരുന്നു, ഓടിട്ട വീട്. റിനോവേഷൻ ചെയ്തത്. അവിടെയാണ് കുഴപ്പം പറ്റിയത് കേട്ടോ. അത് ആധികാരികമായ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയത്. അതിനെന്തോ അപാധ സംഭവിച്ചു. അത് അറിയത്തക്ക ഒരാളിനെ വിളിച്ച് നിങ്ങൾ ആ വീട് പരിശോധിപ്പിച്ചിട്ട് ചെറിയ ആൾട്രേഷൻ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്നും അസ്വസ്ഥയായിരിക്കും. അവിടുത്തെ ഊർജ്ജ ലെവൽ ഔട്ടായി നിൽക്കണമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതാണ് അസുഖങ്ങൾ മാറാൻ നിൽക്കുന്നത്. എന്നും അസുഖമാണ് സാർ. അത് കുട്ടികൾക്ക് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അവരുടെ അത് ബാധിക്കും. കാരണം നമുക്ക് അവിടുത്തെ തരങ്ങൾ ഊർജ്ജ ലെവൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വസിക്കാൻ വയ്യാത്ത അവസ്ഥ വരും കേട്ടോ. അതുകൊണ്ട് ഇത് എവിടെ സ്ഥലം? ഇത് ട്രിവാൻഡ്രത്ത് എവിടെയാണ് സ്ഥലം? ഇത് സാർ, ഇത് കാരേറ്റ് അറിയോ സാറിന്? കാരേറ്റ്, പാലോട്. മനസ്സിലായി. ഇതിപ്പോൾ ചെയ്യേണ്ടത് പ്രോപ്പർ കല്ലറയില്ല. ഇത് നമുക്ക് ആധികാരികമായി നല്ല രീതിയിൽ അറിയത്തക്ക ഒരാളിനെ വിളിച്ചിട്ട് അത് പരിശോധിച്ച് കണ്ടുപിടിച്ച് മാറ്റങ്ങൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സാറ് പറഞ്ഞത് മനസ്സിലായോ? നല്ലൊരു വാസ്തു വിദഗ്ധനെ വിളിച്ച് ഒന്ന് പരിശോധിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്തണം എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ വാസ്തുവിൽ പ്രോബ്ലം ഉണ്ടെന്നാണ് അല്ലേ സാർ? ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ്, ഊർജ്ജ ലെവലിന് വ്യത്യാസം ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. നിങ്ങൾ ആൾട്രേഷൻ ചെയ്തതിൽ പറ്റിയ കുഴപ്പമാണ്. നിങ്ങൾക്ക് ആധികാരികമായ രീതിയിലുള്ള ശാസ്ത്രപരമായിട്ടെല്ലാം ഉള്ള ആൾട്രേഷൻ അല്ല ചെയ്തത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് ശരിയാകും കേട്ടോ. എൻ്റെ ഓഫീസിൽ വന്നാൽ എന്നെ കാണാം കേട്ടോ. വെള്ളയമ്പലത്ത് വന്നാൽ കാണാം. എവിടെയാണ് സാർ അത്? നമ്പറുണ്ട് സാറിൻ്റെ നമ്പർ ടി വിയിൽ കാണുന്നില്ലേ? ആ നമ്പർ വിളിച്ചിട്ട് ആ നമ്പർ കുറിച്ചെടുത്തോളൂ, വിളിച്ചോളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇതാണ് ജനത്തിൻ്റെ സംശയം സാറ്. അല്ല, അത് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് നമുക്ക് ഒരു പഴയ വീട്, ചില ആൾക്കാർ ഒരു 5 സെൻറ്റ് പഴയ വീട് തൊട്ട് വാങ്ങും. അപ്പോൾ അത് ഒരു പക്ഷേ റോങ് ആയിട്ടുള്ളൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു വീടായിരിക്കും. എന്താണെന്ന് ഈ വാങ്ങുന്നവർക്ക് അവരുടെ സൗകര്യം പോരാ. അവരെ ഇഷ്ടപ്രകാരയിലുള്ള ഒരു ഓൾട്രേഷൻ വരും. ഇവിടെയാണ് പറ്റുന്നത്. ഈ ഓൾട്രേഷൻ ചെയ്യണതിൽ അപാധ പറ്റിയേ പോയി.
ഭൗമോർജ്ജം, പ്രാപഞ്ചോർജ്ജം, ലൈറ്റ്നിങ്, എയർ പാസിംഗ് എന്നൊരു കണക്കുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഇടിച്ചെന്നാൽ പോയി വീടിൻ്റെ സന്തുലനാവസ്ഥ മാറിപ്പോവും. അവിടെയാണ് പ്രശ്നം. വെറുതെ ഈ വാസ്തു എന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. അപ്പോൾ അതല്ല, നമുക്ക് ശരിയായിട്ട് വീട്ടിൽ നോക്കി എടുത്ത് മനസ്സിലാക്കി അത് കറക്റ്റ് എല്ലാം കൃത്യമായിട്ട് നോക്കി അറിയാം. ഒരു വീടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ശ്വസനം എടുക്കുമ്പോൾ തന്നെ അറിയാം, ബ്രീത്തെടുക്കുമ്പോൾ തന്നെ അറിയാം. അല്ല സാറിപ്പോൾ പറയുന്നത് ശരിയാണ്. ചില വീട്ടിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പം നമുക്കൊരു പഞ്ചേന്ദ്രിയ മനപ്രീതികരമല്ലാതെ വരും. ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരു അതാ പറഞ്ഞത്, അവിടെ കിട്ടുന്ന ഊർജ്ജ ലെവല് അതാ പറഞ്ഞത്. ഇതെല്ലാം തന്നെ സൂര്യനോട് ബന്ധപ്പെട്ടാണ് എൻ്റെ ശാസ്ത്രം നിൽക്കുന്നത്. അതിനാണ് സൂര്യനെ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടും കണക്കെടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഈ ശാസ്ത്രം പോകുന്നത്. ഇതിനകത്ത് അന്ധവിശ്വാസത്തിന് യാതൊരു കാര്യമില്ല. ഒരു കാര്യം തള്ളിക്കളയണം. ഇത് ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ കണക്കെടുക്കാവൂ. അങ്ങനെ എടുത്താൽ ഒരു വീട് നമുക്ക് ഒരുപാട് അപാധം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും. കാരണം ഒരുപാട് പ്രശ്നം പിടിച്ച ഒരുപാട് പ്ലാൻ എൻ്റെ മുമ്പ് വരാറുണ്ട്. അവർ ഒരു വീട്ടിൽ തന്നെ ഗൃഹനാഥൻ 3 പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ച കേസുണ്ട്. അപ്പോൾ അയാൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആത്മഹത്യ പ്രേരണയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അയാൾ എന്നോട് വീട്ടിൽ കയറുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീടിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. എന്നാൽ ആദ്യം നല്ല കൃത്യമായിട്ട് ഒരു വാസ്തുമണ്ഡലത്തിനകത്തൊരു വീട് വെച്ച് എല്ലാം നമ്മൾ പ്രധാനമായ അന്തരീക്ഷം ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു 1-2 മുറി ഇറക്കണമെന്ന് തോന്നുന്നത്. അത് ഇറക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പലയിടത്തും പ്രശ്നങ്ങൾ വരുന്നത്. കണക്കൊത്ത വീട് ഐശ്വര്യമാണ്. അല്ല സാർ, ഇപ്പം സാറിത് പറഞ്ഞതുകൊണ്ട് ഒരു സംശയം, സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം. ഇപ്പോൾ എൻ്റെ വീടിന് സൗകര്യം പോരാ, എനിക്ക് ഇപ്പോൾ കുട്ടികൾക്കൊരു പഠനമുറിയോ അല്ലെങ്കിൽ അഡീഷണലായിട്ടൊരു ബെഡ്റൂമോ ചെയ്യണമെങ്കിൽ എന്താണ് സാർ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഒരു സിവിൽ എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ വിളിച്ചുകൊണ്ടെന്ന് കാണിക്കുക. കാരണം ഇപ്പോൾ സ്ട്രക്ചർ ആകുമ്പോൾ നമുക്ക് തോന്നിയ ദിവസം പോലൊക്കെ താഴെ ഒരുത്ത നിലയായിരുന്നാലും ശരി, താഴെ എന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലാൻ വേണം. ആ പ്ലാന് അറിയത്തക്ക ആളെ കൊണ്ട് കൂടി വാസ്തുശാസ്ത്രപരമായിട്ട് പഠിച്ച ആൾക്കാരെ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയെടുക്കണം. അങ്ങനെ ഒരു വീടിൻ്റെ പ്ലാൻ പുതിയ വീട് വയ്ക്കുമ്പോൾ പോലും റഫായിട്ടൊരു പ്ലാൻ വരയ്ക്കണം. റഫായിട്ട് പ്ലാൻ വരച്ചിട്ട് അത് അറിയത്തക്കവരെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്ത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇടയിൽ വരുമ്പോൾ അവർ റഫായിട്ട് പ്ലാൻ വരച്ച് കൊണ്ടുവരും. അവർക്ക് ഇന്ന കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ കുറേയൊക്കെ ഞാൻ തന്നെ വരച്ച് കൊടുക്കും, മാറ്റം വരച്ച് കൊടുക്കും. അല്ലാതെ പിന്നെ അവരുടെ പറഞ്ഞു കൊടുത്ത് അവരുടെ മാറ്റി വരയ്ക്കാൻ പറയും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ആദ്യമേ തന്നെ ഫൈനലായിട്ട് പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ജോലിയാണ്. അങ്ങനെ ചെയ്യാൻ പോരുത്. ഇപ്പോൾ സാറേ, ഇതൊക്കെ സാർ പറയുമ്പോഴും വാസ്തു നിയമങ്ങൾ പാലിച്ചിട്ട് നമ്മളൊരു വീട് വെച്ചു, ചിലപ്പോൾ അതിലും കുഴപ്പം കാണാറുണ്ടല്ലോ. ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ പുറമേയാണല്ലോ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ചിലയിടത്ത് ഭൗമോർജ്ജം വിഘടിച്ച് നിൽക്കും. അതങ്ങനെ വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ അവരെ കഷ്ടാലെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വീടുകൾക്ക് എന്തും പ്രശ്നങ്ങളായിരിക്കും, എന്നും അസുഖങ്ങളായിരിക്കും. മനസ്സമാനല്ലാത്ത വീടായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ശത്രുക്കൾ പോലെ പെരുമാറും. നമ്മുടെ കുട്ടികൾ തന്നെയാണ് നമുക്കെതിരായിട്ട് സംസാരിക്കും. പിന്നെ വിദ്യാഭ്യാസം അവർക്ക് മോശമായ രീതിയിൽ വരും. രാത്രി കാലത്ത് ഉറക്കം കറക്റ്റ് അല്ലാത്ത വരും. അവിടുത്തെ ഊർജ്ജ ലെവൽ കറക്റ്റായിട്ട് ഔട്ടായി പോകുന്നതാണ്. ഹോമോർജ്ജം ക്ലിയർ ആകില്ല. അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 100-ൽ 1-2 കേസാണ് അങ്ങനെ വരാറ്. അതെ. അങ്ങനെ ഉള്ള കേസ് എന്ത് ചെയ്യാൻ പറ്റുന്ന അല്ല സാർ, ഈ സാറിപ്പോൾ പറഞ്ഞതുപോലെ ശരിയാണ്. നമ്മൾ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒരു വാസ്തു വിദഗ്ധനാൽ വന്ന് പരിശോധിച്ച വീടാണ് എന്ന് പറയുമ്പോഴാണ് അതിശയം തോന്നുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ യാദൃശ്യമായിട്ട്. പിന്നെ ഈ വീട് ചിലയിടത്ത് അപാധ പറ്റുന്നത് വീടിൻ്റെ മധ്യഭാഗം, ബ്രഹ്മസ്ഥാനം എന്ന് പറയും. അവിടെ എന്തെങ്കിലും സ്റ്റെയർ കേസ് കൊണ്ട് അടച്ച് അവിടെ നിന്ന് കയറിപ്പോൾ, അല്ലെങ്കിൽ മുറികൾ തിരിക്കുമ്പോൾ അവിടെ. കാരണം വിദഗ്ധനായ ഒരു സിവിൽ എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഇത് തോന്നിയ ദിവസം പോലെ അവിടെ അടഞ്ഞു പോകും. അവർ നോക്കുന്നത് അവരെന്തെങ്കിലും അവരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ വരച്ചൊക്കെ വയ്ക്കും, പ്രശ്നങ്ങളാകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് നമ്മുടെ ഒരു കിഴക്കിനെ വെച്ചുള്ളൂ, കിഴക്ക് വാതിൽ കൊടുത്ത് നേരെ വാതിലും കൊടുക്കും. നിന്ന ഊർജ്ജം വന്ന ഊർജ്ജം തള്ളി പുറത്താക്കും. അപ്പോൾ അവിടെ എന്നും അസ്വസ്ഥമായിരിക്കും. അങ്ങനെ പാടില്ല. വീടിനകത്ത് പുറത്തേന്ന് പറഞ്ഞ അനുകൂലമായ തരങ്ങൾ തങ്ങി നിന്ന് ഔട്ടായി പോകണം. എല്ലാ സ്ഥലത്തും നിന്ന് പോകണം. ഇത് ചില പണിക്കാർ പറയുന്ന ചില ഭാഷണം മയ്യം പിടിയെന്നൊക്കെ, നടുക്കൂടെ അങ്ങ് പോട്ടേന്ന്. എന്താണ് അവൻ മനസ്സിലാക്കുന്നത്? പണ്ട് കാലത്തെ ഈ തച്ചുപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക്
ഈ നേർവാതിൽ കൊടുക്കും, ഇല്ലയെന്ന് പറയില്ല. അതും ഇന്നത്തെ കോൺക്രീറ്റും ആനയാടുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കണക്കുകൾ ചില കാര്യങ്ങൾ മാത്രമേ ഒന്നാകുന്നുള്ളൂ, മറ്റേ വീടിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യം പഠിച്ചാൽ മാത്രമേ ഇതുള്ളൂ. ഈ മേഖലയിൽ പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, അതാണ് കുഴപ്പം. ഇപ്പം അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഓരോരോ ചോദ്യങ്ങൾ വാസു ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്ഥാനം തെറ്റിയ കിണർ എന്താണ് സാർ അതിൻ്റെ പരിഹാരവും കുഴപ്പവും? അതായത് ഈ സ്ഥാനം തെറ്റിയ പണ്ട് ആരെങ്കിലും ശരി ഒരു കിണറിന് പണ്ടത്തെ തച്ചന്മാരും കാര്യങ്ങളൊക്കെ മീനൻ രാശിയിൽ കിണർ കൊടുക്കാൻ പറ്റും. ഈ മീനൻ രാശി സാധാരണക്കാർക്ക് എന്താണെന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലഭാവമായിട്ട് ബന്ധപ്പെട്ടാണ് മീനൻ രാശി നിൽക്കുന്നത്. അപ്പോൾ അതിൽ മാത്രമേ കിണർ കൊടുക്കാൻ പറ്റും അല്ല, കുംഭൻ രാശിയിൽ വടക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഭാഗം കുംഭൻ രാശിയിലും കിണർ വരാം. കുംഭൻ രാശിയിലും മീനൻ രാശിയിലും കിണർ പറഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളാണ്. വീടിന് ഒരുപാട് നേട്ടം. ഒരു കിണർ എന്ന് പറയുന്നത് നിസ്സാരമല്ല. പല ആൾക്കാർ തന്നെ നിസ്സാരമായിട്ട് കരുതും. അല്ല, ഒരു വീടിൻ്റെ സന്തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന സംഭവമാണ് ഒരു കിണറെന്ന് പറയുന്നത്. അതിന് സാധാരണ മകരം, കുംഭം, മീനം, മേടൻ രാശികളിൽ കിണർ വരാം. ഇങ്ങനെ പറഞ്ഞ് ഇപ്പോഴും ആൾക്കാർ മനസ്സിലായി. അതായത് വടക്കിൻ്റെ മദ്യം എടുക്കുക, കിഴക്കോട്ട് വരിക, കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് വരിക. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ജലരാശിയായിട്ടാണ് കണക്കെടുക്കുന്നത്. അവിടെ നമുക്ക് കിണറെടുക്കുന്ന സർവൈശ്വര്യങ്ങൾ. എന്നാൽ കഷ്ടകാലത്തിന് അറിഞ്ഞോ അറിയാതെയോ തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണിൽ കിണറെടുത്ത് പോയാൽ സർവനാശം ഫലം. അതുപോലെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് ഒക്കെ നമുക്ക് ഈ കിണറെടുത്ത ദോഷം തന്നെയാണ്. ഇത് പല ആൾക്കാർക്കും എടുക്കാൻ പറ്റി അവരുടെ പ്രേരണ ഉണ്ടാക്കുന്ന കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുറ്റത്ത് എനിക്ക് കിണറെടുക്കാൻ വേണ്ടി സ്ഥലവും സംഭവം എല്ലാം ഉണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് അയൽവക്കക്കാരൻ്റെ ഒരു സെപ്റ്റി ടാങ്ക് ഞാൻ ഇവിടെ കിണറെടുക്കുകയാണെങ്കിൽ തൊട്ട് ഒരു 10-15 അടി അപ്പുറത്ത് സെപ്റ്റി ടാങ്ക് കാണും. ആ ഊറ്റിറങ്ങും അപ്പം നമുക്കൊരു കിണറെടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഒരു കിണറും ഒരു സെപ്റ്റി ടാങ്കോട്ട് എത്ര അകലം വേണമെന്ന് വെച്ചാൽ 7 മീറ്റർ വേണം. 7 മീറ്റർ അകലം ഉണ്ടെങ്കിൽ അതിൻ്റെ കാർബൺ മെത്തേഡ് അരിച്ച് കിട്ടും വെള്ളം, കുഴപ്പമൊന്നുമുണ്ട്. അത് കുറയണമെങ്കിൽ അതിൻ്റെ ഊറ്റിങ്ങോട്ടിറങ്ങുന്ന അർത്ഥം. ഇത് ഈ കിണറിനെടുക്കുന്ന ഒരുപാട് അയൽവക്കമായിട്ട് ഒരുപാട് കേസും വഴക്കുകളും നടക്കുന്ന ഒരു കേസാണ്. അപ്പോൾ നമുക്ക് നമ്മളൊരു പ്ലോട്ട് വാങ്ങുമ്പോൾ പോലും ഒരു വസ്തു നമ്മൾ വീടിങ്ങനെ ഒരു 5 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റ് വാങ്ങുകയാണ്. നമ്മൾ ആദ്യം തിരക്കേണ്ടത് ഈ നമ്മളൊരു കിണർ എടുക്കുകയാണെങ്കിൽ ആ തൊട്ടടുത്തപ്പുറത്ത് വീടുണ്ടെങ്കിൽ നിങ്ങളുടെ സെപ്റ്റി ടാങ്ക് എവിടെ കിടക്കണമെന്ന് ചോദിക്കണം. അങ്ങനെ ബക്കല കിടക്കണമെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കണതാണ് നല്ലത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട് വയ്ക്കുന്നതിന് കണ്ണടച്ച് നിന്ന് വസ്തു വാങ്ങരുത്. പിന്നെ നമുക്ക് കിഴക്ക് ദർശനമായിരുന്നാലും തെക്ക് ദർശനമായിരുന്നാലും പടിഞ്ഞാറ് ദർശനം വടക്ക് ദർശനമായിരുന്നാലും നമ്മുടെ വീട് വയ്ക്കുമ്പോൾ സൂര്യൻ്റെ ദിശ കിഴക്ക് എത്ര ഡിഗ്രിയാണ് ചരിഞ്ഞ് നിൽക്കുന്നതെന്ന് നോക്കണം. നമുക്ക് 15 ഡിഗ്രി വരെ നമുക്ക് ആവാം. ഉത്തരായനം ദക്ഷിണായനം എന്ന രീതിയിൽ 15 ഡിഗ്രി തെക്കോട്ടും വടക്കോട്ടും എൻ്റെ സൂര്യൻ്റെ ദിശ വരുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് 15 ഏകദേശം 30 ഡിഗ്രി 32 ഡിഗ്രിയൊക്കെ ചരിഞ്ഞേക്കും. അങ്ങനെയുള്ള ലാൻഡ് നമുക്ക് വീട് വയ്ക്കാൻ നല്ലതല്ല. അടുത്ത ഊർജ്ജ ക്രമീകരണം ഞാൻ അതാ പറഞ്ഞത്, ഇതൊക്കെ സൂര്യനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കണക്കുകളാണ്. അവിടുത്തെ നിന്ന് അസ്വസ്ഥയായിരിക്കും, അത് എടുക്കരുത്. സാർ ഈ ശരി കിണറല്ല, നമ്മളൊരു കുഴൽ കിണറാണ് എടുക്കുന്നത്, അതും ഇതേ സ്വഭാവമല്ലേ? കുഴൽ കിണർ എടുക്കണമെങ്കിൽ അതിന് വരും. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വടക്കിഴക്കേ മൂല ഭാഗത്ത് ഒരു കിണറെടുക്കാൻ പോകുന്നു, കുഴൽ കിണർ എടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് സെപ്റ്റ് ഉണ്ടെങ്കിലും വലിയ ഇഷ്യൂ വരുന്നില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഴൽ കിണർ സാധാരണയിൽ അടിക്കണക്കാണ് 10-300 അടി അവർ എന്തായിരുന്നാലും ഇത് കൊണ്ടുപോകും. നമുക്കൊരു 100 അടി കഴിഞ്ഞിട്ട് പൈപ്പ് കീറി വിട്ടാൽ മതി. മനസ്സിലായല്ലോ? അപ്പം അതിന് ശേഷം 100 അടിയും താത്ത നമ്മുടെ ഈ സെപ്റ്റ് ടാങ്കിൻ്റെ ഒന്നും പോവില്ല. അപ്പോൾ അത് കീറിയിട്ട് ആ വെള്ളമേ കറക്റ്റായിട്ട് കിട്ടും. നല്ല ശുദ്ധ കിട്ടും. ഓരോട്ട് പൈപ്പ് കീറി വിട്ടാൽ അതിൽ നിന്ന് ഒരു പ്രാദേശികമുള്ള വെള്ളം അല്ലെങ്കിൽ ഇറങ്ങും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു കറക്റ്റാണ്. നമുക്കിങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ബോർവെൽ എടുക്കാം. ഒരു കോൾ വെയിറ്റിംഗ് ഉണ്ട്. ഹലോ 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 കാൾ കട്ടായി കാണും. ഹലോ ഹലോ കേൾക്കാമോ? ശരി സാർ, എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇപ്പം സാറിപ്പം വടക്ക് കിഴക്ക് കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, കിണറിൻ്റെ കാര്യമാണ്. ഈ വടക്ക് കിഴക്ക് അപാകത വന്നാൽ വീടിന് എന്താണ് സംഭവിക്കുന്നത്?
വടക്ക് കിഴക്കെന്ന് വെച്ചിരുന്നാൽ ഈശാന കോണം. ആ. അതായത് ഈശാനം എന്ന് വെച്ചാൽ വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ തല വരുന്ന ഭാഗമാണ്, വേഴമണ്ഡലമാണ്, ഊർജ്ജ കേന്ദ്രമാണ്. ഒരുപാട് കാര്യങ്ങൾ വടക്കിഴക്കേ മൂലഭാഗത്ത് നമുക്കുണ്ട്. ജലരാശിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വീടിനെ സംബന്ധിച്ച് വടക്കിഴക്കേ മൂലഭാഗം നിസ്സാരമല്ല. അവിടെ മുറിയായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രായമുള്ളവർ കൊടുക്കുന്ന ഏറ്റവും ഉത്തമമാണ്. ബെഡ്റൂമായിട്ട് അതൊരു എബോ 60ക്ക് ശേഷമുള്ള ആൾക്കാർക്ക് സീനിയർ സിറ്റിസൺ ഇപ്പോഴത്തെ ഭാഷയിൽ. അതെ അതെ. ഇപ്പോഴ അവർക്ക് സുഖപ്രദമായ നല്ല ഉറക്കം കിട്ടും. ആ മുറിയുടെ പ്രത്യേകതയാണ്, നല്ല സുഖപ്രദമായ ഉറക്കം കിട്ടും. പിന്നെ അപ്പോൾ കിട്ടും. എന്നാൽ ഉറക്കം കിട്ടാത്ത മുറി എവിടെയാണെന്ന് ഞാനോട് പറഞ്ഞത്, തെക്ക് കിഴക്കേ ഭാഗത്തുള്ള മുറി ഉണ്ടെങ്കിൽ അവിടെ പയ്യന്മാർക്ക് കിടക്കാൻ നല്ല മുറിയാണ്. കമ്പ്യൂട്ടർ മുറി, ഓഫീസ് മുറി, ഗസ്റ്റ് മുറികൾ, ആ മുറിയിൽ കിടക്കുന്നവർക്ക് മറ്റ് മുറിയിൽ കിടക്കുന്ന പോലെയുള്ള അത്ര ഉറക്കം സുഖപ്രദമാകില്ല. അത് അഗ്നികോണാണ്, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്. ഇതൊക്കെ കാര്യങ്ങൾ ശരി. പക്ഷേ കമ്പ്യൂട്ടർ മുറിക്ക് ഏറ്റവും പറ്റിയതാണ്. സാർ ഒരു കോള് വെയിറ്റിംഗ് ആണ്. ഹലോ 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 കാളിനെന്താ ഹലോ കുഴപ്പമുണ്ട്? ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാമോ? ഹലോ കട്ടായി സാർ. ഇത് ഇവിടെ നിന്ന് പറഞ്ഞ കാള് ചിലപ്പോൾ ഇപ്പോഴത് വലിയ പാടാണ് ചില. സാർ ഇനി സാർ നേരത്തെ സ്റ്റെയർ കേസിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചു. അല്ല, ഞാൻ ഈ പറഞ്ഞു വന്നത് തെക്ക് കിഴക്കേ ഭാഗത്തെ മുറിയുടെ അതിന് ഉറക്കം വന്നാലും തെക്ക് പടിഞ്ഞാറ് വന്നാലും. അപ്പോൾ ഞാൻ പറയുന്നത് അത് പയ്യന്മാർക്കൊക്കെ കിടക്കാൻ ഏറ്റവും നല്ല മുറിയാണ്. ആൺകുട്ടികൾ പടിഞ്ഞാറ് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് കിഴക്കേ മൂല കമ്പ്യൂട്ടർ റൂമിനും മറ്റും നല്ലതാണ്. കമ്പ്യൂട്ടർ മുറിയാണ്. ഓഫീസ് മുറിക്ക് എടുക്കാം. നമ്മുടെ ഓഫീസ് മുറിക്ക് നല്ലതാണ്. പിന്നെ പയ്യന്മാർക്ക് ഇപ്പോൾ എന്തായിരുന്നാലും ഒരു വീട്ടിൽ ആൺകുട്ടികളെ വടക്ക് അല്ല തെക്ക് കിഴക്കേ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്. വടക്ക് പടിഞ്ഞാറ് പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല മുറിയാണ്. ചന്ദ്രൻ്റെ ദിക്കാണ്, വായു കോണാണ്. അവിടെ വളർന്നു വന്ന പെൺകുട്ടികൾക്ക് അവരുടെ മുറി കൊടുക്കുന്ന ഏറ്റവും അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് നല്ലതാണ് ആ മുറി കൊടുക്കുന്നതാണ്. നമ്മുടെ ഈ താഴത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് ഇരുനിലക്കെട്ടിന് ഉയരം ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും തന്നെ കന്നിമൂല ബെഡ്റൂം ഇപ്പോൾ എടുക്കുമ്പോൾ ചില പ്ലാനിൽ ഒരു മുറിയെ ബെഡ്റൂമായിട്ട് എടുക്കുകയുള്ളൂ. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കന്നിമൂല ബെഡ്റൂം അതിന് ബാത്ത് അറ്റാച്ച് ചെയ്യും, മാസ്റ്റർ എടുക്കും. അങ്ങനെ ചേരുമ്പം ഇവിടെ ഈ ഗ്രഹനാഥൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വൈഫിൻ്റെ അച്ഛനും അവർക്ക് ഈ സ്റ്റെയർ കേസ് ഇപ്പോൾ എല്ലാവർക്കും മുട്ടുവേദനയാണല്ലോ, പടികെട്ട് കയറാൻ നിർത്തിയില്ലല്ലോ. അപ്പോൾ അവർക്ക് താഴെ കൊടുക്കണം. അവർക്ക് ഈ മുറി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി കൊടുക്കണം, യാതൊരു തടസ്സവുമില്ല. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി പ്രായമുള്ളവർ കിടക്കാൻ പറ്റൂലേ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി ആർക്കും താമസിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് മാതാപിതാക്കൾക്ക് ആ മുറി കൊടുത്തോളൂ. അതിന് ഉയരമുള്ള മുറി കന്നിമൂല നമുക്ക് എന്തായിരുന്നു ഇരുനില കെട്ടം ചെയ്യുമ്പോൾ അവിടെ ഒഴിച്ചിടാൻ പറ്റില്ല. ആ മുറി നല്ല കാര്യമായിട്ട് എടുത്തിട്ട് ആ വീട്ടിലെ ദമ്പതിമാർക്ക് ഉപയോഗിക്കാം. അങ്ങനെ ക്രമീകരിക്കണം. സാർ ഒരു കോളോട്. ഹലോ ആ കേൾക്കാമോ? ആ കേൾക്കാമല്ലോ. ആ മുരളി സാറുണ്ട്, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ പറയൂ കേൾക്കാം. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമല്ലോ. സാറിനോട് ചോദിച്ചോളൂ. വരുന്ന കാൾക്ക് എന്താ കുഴപ്പം പറ്റി? സാറിനോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അത് കട്ട് ചെയ്തിട്ട് വിളിക്കൂ. ഇനിയിപ്പോൾ ഈ കാളിൻ്റെ എന്താ കുഴപ്പമാണ്? സാർ ഇപ്പോൾ സ്റ്റെയർ കേസ് കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ ഈ സംശയം ആണ്, അതുപോലെ ഈ മുറികളുടെ സംശയവും സാർ ഇപ്പം വളരെ വ്യക്തമായി അത് പറഞ്ഞു തന്നു. ഇനി ഇപ്പോൾ എല്ലാവർക്കും പഴയ വീടിൻ്റെ ഒരു ചുറ്റുപാടിൽ അങ്കണം ഉണ്ടാകണം.
അപ്പോൾ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഈ അങ്കണം ഉണ്ടാക്കുന്നതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്, അതിനുള്ള ഗുണവും ദോഷവും സാറൊന്ന് വിവരിക്കുക. അതായത് പണ്ട് കാലത്ത് 4 കെട്ട് 8 കെട്ട് നല്ല പണ്ടത്തെ ആരൂഢത്തിൻ്റെ തച്ചുശാസ്ത്രപരമായിട്ട് വ്യക്തമായ കണക്കൊട്ട് എടുത്ത് പണ്ടത്തെ വിദഗ്ധ തച്ചന്മാർ നിർമ്മിച്ച വീടുകളൊക്കെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്, ആരൂഢത്തിൻ്റെ വീടുകൾ. അതിൽ കൃത്യമായിട്ട് അങ്കണങ്ങളുണ്ട്, അതുപോലെ ശാലകളായിട്ടാണ് ഓരോ ഭാഗം ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ. അത് വിധിപ്രകാരമുള്ള കാര്യങ്ങൾ. അതേ മോഡലിൽ ഇന്നത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ചെയ്ത വിവരം അറിയും. അങ്ങനെ ചെയ്ത് പ്രശ്നമായ എത്രയോ വീടുണ്ട്. പിന്നെ നമുക്ക് അങ്കണം വേണമെങ്കിൽ ഈ മദ്യം ബ്രഹ്മസാധനം കയറി കൊണ്ട് കുഴിക്കാതെ കിഴക്കിൻ്റെ ഭാഗത്തോ വടക്കിൻ്റെ ഭാഗത്തോ നമുക്കൊരു അങ്കണം പോലെ ചെയ്യണം, ഒരു തടസ്സമില്ല. എന്നാൽ തെക്കും പടിഞ്ഞാറും എടുക്കരുത്. ഈ വടക്ക് ഭാഗം കിഴക്ക് ഭാഗമാണെങ്കിൽ ജലരാശിയോട് ബന്ധപ്പെട്ട സ്ഥലമാണ്, അവിടെ നമുക്ക് ചെയ്യാം അങ്കണം പോലെ. ഒരുപക്ഷെ നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ ചെറിയ ആമ്പൽക്കുളം പോലെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യും. സൺറൈസ് കറക്റ്റായിട്ട് അവിടെ എത്തിച്ചിട്ട് ചെയ്യാം. ആ രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ലാതെ പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടിൻ്റെ അതേ രീതിയിൽ ഇന്നത്തെ കോൺക്രീറ്റ് വീടൊക്കെ വളച്ചൊടിച്ച് വെച്ച് അവിടുത്തെ അന്തരീക്ഷം മോശമായിട്ട് മാറും. സാർ, ഇപ്പോൾ ഒരു കെട്ടിടം നമ്മൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് ശരിക്കും ഒരാൾക്കൊരു കെട്ടിടം വയ്ക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഉള്ള ബുദ്ധിമുട്ട് സാറിന് അറിയാം. അപ്പോൾ ആദ്യം ഈ പ്ലാൻ വരയ്ക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാർ? ഈ ഒരു കോൾ. ഹലോ 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 കേൾക്കാമോ? കേൾക്കാമോ? ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാർ. മുരളി സാർ ഉണ്ട്, ചോദിച്ചോളൂ സാർ. എന്റെ പേര് സുജാന്നാണ്. ശരി. ഞാനിവിടെ തിരുവനന്തപുരം കല്ലയം എന്ന് പറയുന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പം എനിക്ക് ഞാനിപ്പോ ഒരു വസ്തു വാങ്ങി ഒരു വീട് വെച്ചായിരുന്നു. വസ്തു ഭയങ്കര സ്ഥലപരിമിതിയുള്ള സ്ഥലമാണ്. ആകെ 2 സെന്റ് കുറച്ചും കൂടെ ഉള്ളൂ. അപ്പൊ ഞങ്ങള് വാസ്തു ഒന്ന് നോക്കിയല്ല വീട് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വാസ്തു നോക്കാതെ വീട് വെക്കുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാത്റൂം ഒന്നും ഇല്ല, പക്ഷെ കന്നിമൂലയില് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വല്ലതും ഉണ്ടോ? അതോ ഇതിന് നമ്മൾ മാറ്റേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ 2 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ, അവിടെയല്ലേ നിങ്ങൾ വീട് പണിഞ്ഞിട്ടുള്ളത് അല്ലേ? ഹലോ കേൾക്കാമോ? ഇല്ല, അത് ഈ കാലിന് എന്തോ കുഴപ്പങ്ങളുണ്ട്, അത് കുഴപ്പം. ഹലോ സാർ, അതിന് മറുപടി പറഞ്ഞു കൊടുത്താണ്, കേട്ടോളൂ. അതായത് ഈ ഞാൻ പറയാം, അവർ കേട്ടോട്ടെ. അതെ. അപ്പോൾ ഈ 2 സെൻറ്റ് വീട് പിന്നെ സ്ഥലമുള്ളിലൊരു വീട് വയ്ക്കുമ്പോൾ പരിപൂർണമായിട്ട് വാസ്തു എല്ലാം നോക്കാമെന്ന് പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല ഭാഗത്ത് വെയിറ്റുള്ള നിർമ്മാണമായ സ്റ്റെയർ കേസ് വന്നുകൂടാൻ നിയമമൊന്നുമില്ല. ഇതിപ്പോഴും അവിടെ 2 സെൻറ്റുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ കഴിയുന്നത് കൊള്ളുക, അല്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 2 സെൻറ്റിനകത്ത് നടക്കേണ്ട സ്ഥലം വേണം. അപ്പോൾ ഇതിപ്പോഴും കൺസെൻറ്റ് വാങ്ങിച്ച ഏതെങ്കിലും 1-2 സൈഡൊക്കെ അതിൽ ചേർത്ത് കെട്ടാൻ സാധിക്കും. എങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗം വടക്ക് ഭാഗം കുറച്ച് ഓപ്പൺ സ്പേസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വാസ്തു 100% ഓക്കെ ആണെന്ന് വെച്ചാൽ നടക്കൂലെന്നർത്ഥം. ഓക്കെ, ശരി സാർ. ഇപ്പം ഈ അങ്കണത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സാർ, ഈ സാർ പറഞ്ഞ ഇപ്പം ജലരാശി വരുന്ന സ്ഥലത്ത് അങ്കണത്തിന് സ്ഥലമുണ്ടെന്നാണ്. സാർ, ഈ പലരും ഈ സെൻട്രലിൽ തന്നെ ഈ അങ്കണം ചെയ്യുന്നത്, അതാണ് ഇപ്പം ബ്രഹ്മസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരിക്കലും പാടില്ല. അങ്ങനെ ചെയ്ത വീടെല്ലാം പ്രശ്നങ്ങളാണ്. അത് ഞാൻ പോയി കറക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയോ വീട് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സാർ, പ്രധാന പ്രശ്നം എന്താണ് അങ്ങനെ ചെയ്താൽ വരുന്നത്? അത് ഈ ഭൗമോർജം വമിക്കില്ല. അല്ല, ഈ ഗ്രഹനാഥന് ഗ്രഹനാഥന് ലാകമാനം വീടിനെ ബാധിക്കും. അത് ഗ്രഹനാഥനെ ബാധിക്കുന്ന കേസ് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് എന്തെങ്കിലും ശക്തമായ ദോഷമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബാധിക്കും. വടക്ക് കിഴക്ക്. തെക്ക് കിഴക്കേ മൂലഭാഗത്ത് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഈ അഗ്നിയോട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ തീപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വീടിനൊക്കെ സംഭവിക്കാം. ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയൊക്കെ. അതൊക്കെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് നമുക്ക് എല്ലാം തന്നെ ശരിയെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഏറെക്കുറെ നമ്മുടെ ആ ശാസ്ത്രങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം നോക്കുമ്പോൾ ഏതെല്ലാം ഒത്തുവരുന്ന അതിനെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ അന്ധവിശ്വാസം ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല, ആ കണക്കിൽ ഞാൻ പോവുകയില്ല. അപ്പോൾ അങ്ങനെ ചില നമ്മുടെ പ്രാക്ടിക്കലായിട്ട് അത് ശരിയായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അവിടെയാണ് കാര്യം.
സാർ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അതിലേക്ക് വന്നില്ല. അതിനു മുമ്പാണ് ഒരു കോൾ വന്നത്. സാർ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യം നമുക്കൊരു കുടുംബപരമായിട്ട് കിട്ടിയ ഭൂമിയോ അല്ലെങ്കിൽ നമ്മൾ ഒരു 5-10 സെൻറ്റ് തറ വാങ്ങിക്കുമ്പോഴോ നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 ഘടകങ്ങളുണ്ട്. ചിലപ്പോൾ ചില വസ്തുക്കൾ വില കുറച്ച് അവർ തരാമെന്ന് പറയും. സാർ ഒരു കോളുണ്ട്. പറഞ്ഞോളൂ. ഹലോ. ഹലോ. ആ ഞാൻ ഓമന പത്തനംതിട്ട ജില്ലയെ മല്ലപ്പള്ളി സ്ഥലം. പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ചോളാം. ചോദിച്ചോളൂ. ഞങ്ങളെ വീതം വെച്ചപ്പോഴേ ഞങ്ങളുടെ കുടുംബ കിണർ ഞങ്ങളുടെ പെരയുടെ തെക്ക് വശത്താ വന്നേക്കുന്നത്. അയ്യോ. അപ്പൊ ഞങ്ങളുടെ വീതത്തിൽ തന്നെയാണ് ആ കിണർ. ഏതായിരുന്നാലും നിങ്ങളുടെ വീതം വെച്ചപ്പോൾ കിണർ തെക്ക് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല. പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മതിൽ കെട്ടി വേർതിരിക്കണം. നിങ്ങളുടെ വീടും കിണറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പുറത്തേക്ക് ഒരു മതിലെന്ന് വെച്ചാൽ മിനിമം 5 അടി പൊക്കം വേണം. അരമതിൽ പോലെ. അരമതിൽ ഒരു 5 അടി പൊക്കം വേണം. മതിൽ തന്നെ വേണം. അത് മന കെട്ടിയിട്ട് വേർതിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു പുതിയ കിണർ എടുക്കുക. ആ മണ്ണുകൊണ്ട് തന്നെ ഇതിനെ മൂടിയും ചെയ്യാം. ഇതിൽ ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പെര വെച്ചപ്പോഴേ വെച്ച് കഴിഞ്ഞിട്ട് ഒരു മുറി കൂടെ ഞങ്ങൾ പിടിച്ചു. എങ്ങോട്ടാണ് പിടിച്ചത്? ഏത് കിഴക്ക് തെക്ക് കിഴക്കായിട്ട്. ശരി. അപ്പൊ അതുകൊണ്ട് വല്ല ദോഷവും അല്ല. തെക്കിൻ്റെ കിഴക്ക് ഭാഗം തള്ളി വരുന്നതിന് നിയമ തടസ്സമില്ല. ആവാം കേട്ടോ. മുറിയുടെ ജനലൊക്കെ വരുന്നത്. ജനൽ വരുന്നതിന് തടസ്സമൊന്നുമില്ല. നല്ലത്. തെക്കവും കിഴക്കുമായിട്ട് വരും. അതെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴൊരു എക്സ്റ്റൻഷൻ വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണം തെക്ക് കിഴക്കേ മൂലഭാഗത്ത് അടുക്കള വന്നു. അടുക്കള പറഞ്ഞാൽ എൻ്റെ വർക്ക് ഏരിയ തെക്ക് പിന്നെ കിഴക്കിൻ്റെ ആ തെക്ക് ഭാഗത്തേക്ക് തള്ളിയെടുക്കുന്നതിന് നിയമ തടസ്സമില്ല. അതുപോലെ ആ ഭാഗത്തൊരു മുറി നീണ്ടു പറഞ്ഞതിന് തടസ്സമില്ല. എന്നാൽ ആ തെക്കിൻ്റെ മദ്യം കഴിഞ്ഞ് ഒരിക്കലും തന്നെ പടിഞ്ഞാറോട്ട് പോകരുത്. കിഴക്കോട്ടല്ലേ വന്നിരിക്കുന്നത്? അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. വിളിച്ചതിന് നന്ദി. സാർ, ഈ ചെറിയ വീട്, വലിയ വീട്, ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള അത് ഒരുപാട് വ്യത്യാസമുണ്ട് പ്ലാനിനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും ഒക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ് സാർ അതിന് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോഴും തന്നെ ഈ ഇപ്പോൾ ചിലയിടത്ത് ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്തായിരുന്നാലും ശരി മറ്റുള്ള പല സിറ്റിക്കകത്തും കേരളത്തിനകത്ത് ഈ പൈസയുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ പൈസ ഉള്ള ആൾക്കാരായിരുന്നു. കണ്ടമാനം ബ്ലാക്ക് മണി ഉള്ളവർ അമിതമായിട്ടുള്ള കെട്ടിടത്തിലാണ് വേസ്റ്റ് ചെയ്യണത്. എന്തൊക്കെ വാരി ചേർക്കാമോ ഉള്ളൂ. പിന്നെ ഈ രാജ്യത്ത് കിട്ടാമെന്നുള്ള ഏറ്റവും കോസ്റ്റ്ലി സാധനങ്ങൾ അതിനകത്ത് ഇടാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള വീട്ടിലൊക്കെ പോകാറുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കും ഇതിലേതെങ്കിലും ഒരു 10% ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകില്ലേ. അവർ വെറുതെ വേസ്റ്റായിട്ട് കളയണതിൻ്റെ ഒരു അംശം മതി സാധാരണക്കാരനൊരു വീട് വയ്ക്കുക. അപ്പോൾ ആ വീട് വയ്ക്കാൻ വേണ്ടിയുള്ള അത്രത്തോളം പൈസ കളയുന്നത് കോടികൾ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മനുഷ്യവാസത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പണ്ട് കാലത്ത് നമ്മുടെ മുഗൾ ചക്രവർത്തിമാരൊക്കെ നമ്മൾ ചരിത്രം പഠിച്ചിട്ടില്ലേ? അതായത് നമ്മുടെ പാവപ്പെട്ട ആൾക്കാരെ ടാക്സ് എല്ലാം കണ്ടമാനം ഭരിച്ചിട്ട് ഇവന്മാർ ചെയ്തിട്ടുള്ള കൊട്ടാരങ്ങൾ അറിയാമല്ലോ. എന്നിട്ട് കാണിച്ചുള്ള അതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കളുണ്ട്. അപ്പോൾ അതേ രീതി അവരെ സ്വന്തം കാര്യമാണ് അവരെ നോക്കിയിട്ടുള്ളത്. സാധാരണക്കാരനും എങ്ങനെ പോയെങ്കിലും കുഴപ്പമില്ല. അതുപോലെ അമിതമായിട്ടുള്ള ആർഭാടം കാണിച്ച് ഈ ഉണ്ടാക്കുന്ന ചില വീടുകളിൽ താമസ സൗകര്യം സുഖപ്രദമാണെന്ന് നട്ടാൽ അല്ല. ആ വീട്ടിൽ സുഖപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന നട്ടാൽ അല്ലയെന്ന് ഞാൻ പറയുള്ളൂ. എന്നാൽ ആകണ വീട് കൊണ്ടില്ല എന്ന് പറയുന്നില്ല. നമുക്ക് ചെയ്യാന്നുള്ള ചില കണക്കുകളുണ്ട്. പ്രകൃതിക്കനുസരിച്ച് മാത്രമേ വീട് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ ആരോഗ്യം നിൽക്കുന്നത്. അവിടെ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിരിക്കും. വലിയ ഗ്രഹങ്ങളും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സമാനം കിട്ടില്ല, ആരോഗ്യം കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സന്തുലനാവസ്ഥ എന്നൊരു സംഭവമുണ്ട് പ്രകൃതിക്ക്.
ആ ഒരു വീടായിരുന്നിരുന്നാലും ഒരു സ്ഥലമായിരുന്നാലും ആ സന്തുലനാവസ്ഥയ്ക്ക് ക്രമീകരിച്ച് മാത്രമേ ഒരു വീട് പണിയാൻ പാടുള്ളൂ. അപ്പോൾ വലിയ വീട് വയ്ക്കണേ വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ചെറിയ വീട് വലിയ വീട് വയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെയല്ല, കുറച്ച് അതൊക്കെ പക്ഷേ അതിനു വേണ്ടി മാത്രം ചില ആൾക്കാർ അത് എന്ത് വേസ്റ്റും എത്ര കോടാനുകോടിയായിരുന്നിരുന്നാലും ചില വീടുകളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത 15-16 കോടി രൂപയിലൊക്കെ വയ്ക്കുക, ഒരു വീടൊക്കെ വയ്ക്കുക എന്ന് വെച്ചാൽ നിസ്സാരമാണ്. അതെ അതെ അതെ. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരങ്ങനെ വയ്ക്കുമ്പോൾ അവർ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് കൂടെ കൊടുത്ത് അവരും കൂടെ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഒരു മനസ്സ് ഇത് ആരും കാണിക്കാറില്ല. ഈ മൈതാന പ്രസംഗം നടത്തും, പക്ഷേ കാര്യത്തിലേക്ക് വരില്ല. അതാണ് സത്യം. സാറിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് ഇപ്പം 3 ആലയങ്ങളാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഒന്ന് മനുഷ്യാലയം, പിന്നൊന്ന് ദേവാലയം, പിന്നൊന്ന് മൃഗാലയം, അല്ലേ? ഈ വാസസ്ഥലങ്ങൾക്ക് പ്രത്യേകം പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ഈ 2 ആലയങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കുന്നത്. മൃഗാലയത്തിനെ കുറിച്ച് എന്താണ് സാർ? അതായത് അതിനെ പെട്ടെന്ന് എന്നൊരു പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ പട്ടി വളർത്തുക, പട്ടി വളർത്തുക, പിന്നെ പശുക്കൾ, മറ്റത് ഇതിനെല്ലാം തന്നെ ആധികാരികമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള സ്ഥലം ഞാൻ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗം പട്ടിക്കൂട് ഏറ്റവും നല്ലതാണ്, പക്ഷിക്കൂടും ഏറ്റവും നല്ലതാണ്. എന്നാൽ പശുവിനെ വളർത്തുന്നത് പണ്ട് കാലം തന്നെ കിഴക്ക് വടക്കും ചെയ്യാം. നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന പോത്തിനെ വളർത്തുന്നത് പണ്ട് കാലം മുതൽ തെക്കാണ്. യമതെക്ക് എന്നുള്ളൊരു കണക്കെടുത്ത് തെക്കാണ്. പോത്തിനെ മാത്രമേ ഉള്ളൂ, വേറൊന്നും വയ്ക്കില്ല. ഈ ചില ആൾക്കാർ നല്ല വീടൊക്കെ വച്ചിട്ട് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് വില കൂടിയ പട്ടികളാണ് കേട്ടോ, തെക്ക് കിഴക്കേ മൂലഭാഗത്ത് കൂട് കെട്ടി അവിടെ കൊണ്ട് ഇതിനെ വളർത്തും. പട്ടി അവിടെ കിടന്ന് കുരച്ചുകൊണ്ടേയിരിക്കും, ബഹളം വച്ചുകൊണ്ടേയിരിക്കും. എന്നറിയാം, അവിടുത്തെ അന്തരീക്ഷം ചൂടാണ്, ഒരിക്കലും പറ്റില്ല. അത് താമസിക്കാതെ വയറിടിയൊന്നും അത് ചത്തുപോകും. ഒരിക്കലും തെക്ക് കിഴക്കേ മൂലഭാഗത്ത് ഒരിക്കലും തന്നെ പട്ടിക്കൂട് നല്ലതല്ല. നമ്മുടെ മനുഷ്യൻ്റെ വാസം പോലെ തന്നെ മൃഗങ്ങൾക്ക് അതിന് ശരി. ഒരു പക്ഷി കൂട് വയ്ക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? അത് വളരെ ശ്രദ്ധിച്ച് അതിന് മറ്റുള്ള ശല്യങ്ങളില്ലാതെ വളരെ സുരക്ഷിതമായി കണ്ടെത്തി മാത്രമേ ഓരോ പക്ഷിക്കൂട് വയ്ക്കുകയുള്ളൂ. കാക്കകൾ കൂട് വച്ചിരുന്നാലും കുരുവിളായിരുന്നു ഏതായിരുന്നാലും ശരി, മറ്റുള്ള മൃഗങ്ങളായിരുന്നാലും ശരി, 2 പാറ ഇടിക്കിനകത്ത് ഈ കടുവയുടെ ഇതായിരുന്നാലും ശരി, പുലിയുടെ ആയിരുന്നാലും ശരി, സിംഹത്തിൻ്റെ, ഇതെല്ലാം ഗുഹയ്ക്കകത്തോട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അവരുടെ സുരക്ഷിതമാണ്. അത് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഏത് ജീവജാലങ്ങൾക്കാരെങ്കിലും അവർക്ക് അവരുടേതായ ഉറുമ്പിൻ്റെ കാര്യം നോക്കൂ കേട്ടോ. ഈ ചൂട് സമയമാകുമ്പോൾ ആ ഉറുമ്പുകൾ എങ്ങോട്ടൊക്കെ പോകണമെന്ന് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ സങ്കേതങ്ങൾ വലുതാണത്. ആ രീതിയിലാണ് ഇത്രയും ശേഖരണം ചെയ്യുന്ന ഒരു ചെറു ജീവിയില്ല. അതെ അതെ. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ ക്യാമറ ഫിറ്റ് ചെയ്ത് ഒരു എറുമ്പിനെ വിട്ട് ആ കൂടിൻ്റെ ഒരു രൂപം കാണിച്ചത്. അതെ പറയുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുക്കാൻ കഴിവുള്ളത് എന്താണ്? ഉറുമ്പല്ലേ? അതെ. അതിൻ്റെ ശരീരഭാരത്തിനേക്കാൾ എത്രയോ ഇരട്ടി. അതിങ്ങനെ തൂക്ക സ്ഥലത്തൂടെ ഒരുത്ത ഫ്രണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത്. അത് അതിൻ്റെ എത്രയോ വലിപ്പമുള്ളതാണ്. അപ്പോൾ പ്രകൃതി ഇതെല്ലാവർക്കും അതിൻ്റേതായ ശക്തി കൊടുത്തിട്ടുണ്ട്. അതാണ് സത്യം. ഈ പ്രകൃതി വന്നത് നിസ്സാരമല്ല. നമ്മൾ ശരിക്കും പണ്ട് കാലത്ത് നമ്മൾ സൂര്യനാണ് ആരാധിച്ചിരുന്നത്, അല്ലേ? അതെ അതെ. അപ്പോൾ എനിക്ക് ആ സബ്ജക്റ്റ് പറയാൻ അർഹതയുള്ള ആളാണ് ഞാൻ പറയുന്നത്. ആദിത്യ നമസ്കാരം കേട്ടോ. അപ്പോൾ യോഗയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് വരെങ്കിൽ തന്നെ ആദിത്യ നമസ്കാരം അത് ഭയങ്കര വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പോൾ കൺകണ്ട ദൈവം എന്ന് വെച്ചാൽ സൂര്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂര്യദേവനെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ കിഴക്ക് സൂര്യകിരണങ്ങൾ വരുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് മൃഗങ്ങളായിരുന്നാലും പക്ഷികളായിരുന്നാലും മറ്റൊരിൽ ഒരു കൂടിൻ്റെ എൻട്രി കൊടുക്കുന്നത്. വളഞ്ഞതിൻ്റെ നിന്നുള്ള ആ ഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു വരണം ചെയ്യും. മനുഷ്യർ പണ്ട് കാലത്ത് വാസഗൃഹങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എൻട്രി കിഴക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് പിടിച്ചു വരും. പിന്നെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ വിധിപ്രകാരം കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ താമസിക്കാൻ തെറ്റൊന്നുമില്ല. ഇപ്പം ചില ആൾക്കാർക്ക് തെക്കിനെ ഭയങ്കര പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. യമദിക്കാണ്, കാലൻ്റേതാണ്. അവിടെ തെക്ക് അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയുന്നത് തെക്കിനെക്കാട്ടിയും വടക്കാണ് കുഴപ്പം. ആ രീതിയാണ്. അല്ല, വടക്ക് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച തെക്ക് ദർശനത്തെ വീടിനെക്കാട്ടിയും കുറേ കുഴപ്പങ്ങൾ കൂടി വരുന്നത് കണ്ടത് ഇപ്പോൾ വടക്കാണ്.
ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ശരിക്ക് കിഴക്ക് ദർശനം, പടിഞ്ഞാറ് ദർശനം, മാറ്റമില്ല. അതെന്താണ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നതല്ല, പിന്നെ ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നേരെ വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അസ്തമിക്കാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ടും നമ്മൾ കറക്റ്റായിട്ട് സൂര്യൻ്റെ കിരണങ്ങൾ ഡയറക്റ്റായിട്ട് ഭൂമിയിൽ പതിക്കുന്നുണ്ട്. ഈ രണ്ട് ദിക്കും തന്നെയാണ് ഏറ്റവും നല്ലത്. സാറിപ്പം ഈ 4 ദിക്കിനെ കുറിച്ച് പറഞ്ഞു, ഈ ദിക്കിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു വീട് പണിത് കഴിഞ്ഞു, അപ്പോൾ ഈ ഫർണിച്ചറുകൾ വാരി വലിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഫർണിച്ചറിനുള്ള സ്ഥാനങ്ങൾ കൂടി ഇത് ചില ആൾക്കാർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഫർണിച്ചർ വെട്ടിക്കയറ്റി മനുഷ്യർ നടക്കാമായ രീതിയിൽ ഫർണിച്ചർ കയറ്റിയ ആൾക്കാരുമുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരു വീടിൻ്റെ ശരിക്ക് പൂമുഖവാതിൽ തുറന്നാൽ, അത് ഏത് ദിക്കായിരുന്നാലും ശരി, പ്രധാനപ്പെട്ട വാതിൽ തുറന്ന് ഉടനെ ഒരു സോഫ സെറ്റ് കൊണ്ട് അടയ്ക്കരുത്. ഒരു മിനിമം 10 അടി ഫ്രീ ആയിട്ട് വിടണം. 10 അടിയെങ്കിലും 3 മീറ്ററെങ്കിലും ഫ്രീ ആയിട്ട് വിട്ടിട്ട് നമുക്ക് സെറ്റൊക്കെ വരും. ഇപ്പോൾ ചില ഫ്ലാറ്റുകൾ കണ്ടിട്ടുണ്ടോ, ഡോറ് തുറന്നാൽ 1 മീറ്ററിനകത്ത് തന്നെ ഒരു ചെവരിങ്ങിൻ്റെ അത് നല്ലതല്ല. ഞാൻ പല ആൾക്കാരുടെ ഫ്ലാറ്റിൻ്റെ ആൾക്കാരുടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ പറയും, കാരണം ഫ്ലാറ്റ് ഡിസൈൻ ചെയ്ത് എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അത് അവിടെ അത്ര ഓപ്പണായിട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് അത് നല്ല എന്നറിയാം. ഡോറ് തുറന്നുകൊണ്ട് ഈ ഊർജ്ജ ലെവൽ നേരെ തങ്ങിയിട്ട് തിരിച്ചടി റിട്ടേൺ അടിക്കും. അത് അത്രത്തോളം ശോഭനമല്ല. നമുക്കൊരു പ്രധാനപ്പെട്ട വാല് തുറന്നാൽ ഒരു മിനിമം ഒരു 10 അടിയെങ്കിലും ഓപ്പൺ സ്പേസ് വരുന്നിടത്താണ് ഏറ്റവും നല്ലത് വരുന്നത്. അപ്പോൾ അവിടെ 10 അടി പോലും കൊടുക്കാതെ ഈ ചില ആൾക്കാർ എന്തെങ്കിലും കൊണ്ടുവച്ച് ഫർണിച്ചർ കൊണ്ട് നിറയ്ക്കും. പിന്നെ വെയിറ്റുള്ള നിർമ്മാണങ്ങൾ എല്ലാം തന്നെ ഫർണിച്ചർ ക്രമീകരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു ഡ്രോയിങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ലിവിംഗ് ഹാൾ എവിടെയായിരുന്നാലും അതിൻ്റെ വെയിറ്റുള്ള നിർമ്മാണം തെക്ക് ഭാഗത്തേക്ക് കൊടുക്കുക. കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും വലിയ ഭാരമില്ലാത്ത കാര്യങ്ങൾ ക്രമീകരിക്കുക. ഈ ശാസ്ത്രത്തിൽ ഇതാണ് പറയുന്നത്. പിന്നെ ഈ ചില ആൾക്കാർ വലിയ തേക്കിൻ്റെ മൂട്, വലിയ അതൊക്കെ ഈട്ടിയുടെ മൂട് ഇതൊക്കെ തെറ്റിച്ച് ഭയങ്കര പാടുപെട്ട് നേരെ വീട്ടിനകത്ത് കൊണ്ട് എനിക്ക് വീടിൻ്റെ മധ്യഭാഗത്തെല്ലാം കൊണ്ടുവച്ച് കളയും. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും അസ്വസ്ഥ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഈ കോമ്പസ് കൂടെ അറിയാൻ കറക്റ്റായിട്ട് മധ്യത്തിലായിരിക്കും. അതിനെ കുറച്ചുകൊണ്ട് നീക്കി വയ്ക്കുമ്പോൾ ആ പ്രശ്നം തീരും, അടഞ്ഞു പോയി. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫർണിച്ചർ വീട്ടിലെ കട്ടിൽ, കോട്ട് കിടക്കാൻ നേരത്ത് കിടക്കുന്നത് പിന്നെ ഒന്നീ തെക്കോട്ട് തല വെച്ച് കിടക്കുക, അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കുക, അതാണ് നല്ലത്. പിന്നെ പടിഞ്ഞാറോട്ടും വടക്കോട്ടും ഒരിക്കലും തന്നെ തല വെച്ച് കിടക്കരുത്. അലമാരകളെല്ലാം തന്നെ വടക്കോട്ട് നോക്കിയിരിക്കത്തെങ്കിൽ ക്രമീകരിക്കുക. കുബേര ദിക്കിൽ അല്ലെങ്കിൽ ഇന്ദ്രദിക്കിലേക്ക് കിഴക്കോട്ട്. ഇതൊക്കെ ഞാൻ തന്നെ എത്രയോ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും. അങ്ങനെയൊക്കെ വയ്ക്കുക. പിന്നെ ഉറക്കം നമ്മൾ എപ്പോഴും തന്നെ നമ്മുടെ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ ശയനത്തിന് പോകുമ്പോഴേ ശരിയായിട്ട് നമ്മൾ പുറകിലേക്ക് ഇരുന്ന് വായിച്ചെടുത്ത് ശരിയായിട്ടുള്ള ഉറക്കത്തിൻ്റെ ലക്ഷണം വന്നല്ലാതെ ഒരിക്കലും തന്നെ റൂമിൽ പോയി കിടക്കരുത്. അത് പിന്നെ തിരിഞ്ഞും മറിഞ്ഞും അസ്വസ്ഥയാണ് ഉണ്ടാകുന്നത്. ധാരാളം വായനാശീലമുള്ളവർക്ക് വായിച്ച ഒരു നിശ്ചയ സമയം ഉറക്കം ഉണ്ടാകും. പല ആൾക്കാർ ബെഡ്റൂമിൽ ചെന്നിട്ട് ചില പുസ്തകം വായിച്ച് ഇങ്ങനെ വന്നിട്ട് വായിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് അങ്ങനെ ഇല്ലാന്ന് പറയാം. അതൊക്കെ ഓരോ ആൾക്കാരും ശീലിക്കുന്നുണ്ടാണ്. വായന ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇല്ലാത്തതല്ലേ. അതെ, തീർച്ചയായിട്ടും. ഈ കമ്പ്യൂട്ടർ യുഗത്ത് വന്നതോടുകൂടി തന്നെ കണ്ണാണ് ഫീസ് അടിച്ച് പോകുന്നത്. എല്ലാം തന്നെ ഈ ഒരു മൊബൈലിൻ്റെ മുമ്പേ എല്ലാം ആയി. ഒക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഒരു പുതിയ പ്രവണത എല്ലാ വീട്ടിലും കണ്ടിട്ടുണ്ട്. ഈ ഇൻഡോർ പ്ലാന്റ്സ് വീട്ടിനകത്ത് തന്നെ ഒരു ഗാർഡൻ പോലെ ക്രമീകരിക്കുന്നത്, അത് എത്രത്തോളം ശരിയാണ് സാർ? നമുക്ക് അത് പറയാമെങ്കിലും പണ്ട് കാലത്തൊക്കെ മണി പ്ലാന്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അത് വീടിനകത്ത് വയ്ക്കും, ഒരു കുഴപ്പമില്ല. അതൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അത് നല്ല പിന്നെ ചെറിയ വെള്ളവും ചെറിയൊരു ഉരക്കട്ടിയൊക്കെ ഇട്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ വലുതായിട്ട് വരും. അതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയിട്ട് ചില പിന്നെ പ്ലാന്റുകളെല്ലാം തന്നെ അലർജി ഉണ്ടാകുന്നു കുട്ടികൾക്ക്, പ്രായമുള്ളവർക്ക്. അത് നമ്മൾ നോക്കിയാണ് കൈകാര്യം ചെയ്യുക.
എല്ലാം കൈ കിട്ടുന്ന എല്ലാം കൊണ്ട് വാരി മുറിക്കകത്തോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്നിടത്തൊക്കെ വെച്ചിരുന്നാൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ സാറ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കള്ളിച്ചെടികൾ, അത് മുൾച്ചെടികൾ ഒരിക്കലും പാടില്ല, വീട്ടിനകത്ത് ഒരിക്കലും പാടില്ല. ഈ കള്ളിച്ചെടി എന്ന് പറഞ്ഞിട്ട് പറയണത് അതിപ്പോഴും ഈ അടുത്തടുത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിരിൽ വയ്ക്കുന്നുണ്ട്. ഈ പല കളേഴ്സ് പൂവൊക്കെ ഉണ്ട്. അതിന് ഈ ഇഷ്ടംമാർ കൊണ്ടുവച്ചിട്ട് വീടിൻ്റെ ഉമ്മറത്ത് അത് ഭയങ്കര മുള്ളാണത്. ആ മുള്ള് കൊണ്ടെങ്കിൽ ആ പ്രശ്നമാണത്. അതിന് മുൾച്ചെടി വെക്കാൻ പാടില്ല. ഇല്ല മുൾച്ചെടി വെക്കാൻ പാടില്ല. അത് ഒരേ ഒരു കാര്യം, പനിനീർ റോസ, അതിന് ശരിക്കും റോസയ്ക്ക് മുള്ളുണ്ടല്ലോ. ആ റോസ വർഗ്ഗങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവാണ്, അത് പുറത്ത് വയ്ക്കാം. അതൊക്കെ അല്ലാതെ നമ്മുടെ വീടിൻ്റെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈ അതിലൊക്കെ മൃഗങ്ങളെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെയാണ് വിദേശങ്ങളിൽ വെച്ചാൽ അതിനൊക്കെയാണ് ഇപ്പോഴും ഇന്ത്യക്കകത്ത്. അതിനിപ്പോൾ കേരളത്തിൽ കടമെടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാം കൊണ്ട് നിരത്തി വയ്ക്കുന്നുണ്ട്. അത് നല്ലതല്ല. അതിൽ കിട്ടുക, അതിൽ ഒരുപാട് കളേഴ്സ് പൂക്കളുണ്ട്. ഇപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ നാടൻ ചെമ്പരത്തി, തെറ്റി, മന്ദാരം, ഇതൊക്കെ ശരിക്കും പറഞ്ഞത് ചെമ്പരത്തി തന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് കളറുണ്ട്. ഹൈബ്രിഡ് ആണല്ലോ സാർ. ഒരുപാട് കളറുണ്ട് കേട്ടോ. തെറ്റിയിൽ എത്രയോ കളറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിൽ ഇമ്പം തരുന്ന സാധനങ്ങൾ. പിന്നെ മുല്ല, പിച്ചി, ഇതൊക്കെ ഒരു പോസിറ്റീവ് സാധനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പരിപാലിക്കണം. പരിപാലിച്ചിട്ട് ഇപ്പോൾ അരളി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഒരു വെറൈറ്റീസിൽ അതിന് കുറച്ച് കണ്ടൻസ് പോയിസണുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ചിലതിലൊക്കെ കുറവാണ്. അത് ആ പൂക്കൾ കണ്ടാലും അറിയാം, മറ്റേ കട്ടിയുള്ള പൂവായിരിക്കും, ഇത് മറ്റേ വളരെ സ്മൂത്തായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ വീടിനകത്ത് വയ്ക്കുന്ന ചെടികൾ നോക്കി ചെയ്യും. എന്തെങ്കിലും അപാധം ഉണ്ടെങ്കിൽ ആ സമയത്ത് എടുത്ത് കളയാം. സാറ് ഇതുപോലെ ഇപ്പം ഈ പ്രധാനപ്പെട്ട 4 ദിക്കിൽ വീടിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള വീടിൻ്റെ പ്രധാന വാതിലുകൾ എവിടെയായിരിക്കണം? ഇപ്പോൾ നമുക്ക് കിഴക്കെടുക്കാം. കിഴക്കിൻ്റെ ആണെങ്കിൽ കിഴക്കിൻ്റെ കറക്റ്റ് മദ്യം എടുക്കണം. മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി വരണം. പ്രധാനപ്പെട്ട മദ്യത്ത് കൊടുക്കരുത്. സൂത്രത്തിനകത്ത് കിഴക്ക് ദർശനമുള്ള വീടിന് കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് അല്പം വടക്കോട്ട് മാറ്റി കൊടുക്കണം. ഒരു ബ്രഹ്മസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം, യമസൂത്രം, ഈ സൂത്രങ്ങളൊന്നും തന്നെ നഖത്തൂടെ പാസ് ചെയ്യരുത്. അപ്പോൾ ഇത് കിഴക്കായി. ഇനി തെക്കിൻ്റെ അറിയണ്ടേ? തെക്കിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി വയ്ക്കണം. അടുത്ത് പടിഞ്ഞാറിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റി വയ്ക്കണം. അടുത്ത് വടക്കിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറ്റി വയ്ക്കണം. പിന്നെ പല ആൾക്കാരും ഇപ്പോൾ വന്ന് ചോദിക്കുന്നൊരു പ്രവണതയുണ്ട്, ഞങ്ങൾക്ക് കിഴക്ക് ദർശനമാണ്, കാറ് പിന്നെ തെക്ക് കിഴക്കേ മൂലഭാഗം വാഹനകാരകൻ ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്, അവിടെ സ്വാഭാവികമുണ്ട്. ഞങ്ങൾക്ക് കിഴക്കിൻ്റെ ഭാഗത്ത് ഗേറ്റ് അവിടെ കൂടെ കറക്കി ഇവിടെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിന് എന്തെങ്കിലും പോംവഴിയുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട കിഴക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അല്പം വടക്കോട്ട് മാറ്റി ഗേറ്റ് കൊടുത്തു. വലിയ ഗേറ്റ് കൊടുക്കണ്ട, ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുക്കുക, ചെറിയ ഗേറ്റ് കൊടുക്കുക. വലിയ ഗേറ്റ് നിങ്ങൾ തെക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് കാറിൻ്റെ അത് പട്ട് കൊടുത്തിരുന്നാൽ വാഹനം ഇറക്കുമ്പോൾ മാത്രം തുറന്നാൽ മതി. വാഹനം ഇറക്കുമ്പോൾ മാത്രം തുറക്കുക, അല്ലാതെ അടച്ചിടുക. പക്ഷേ അവിടെ ഒരു ഇതുള്ളത് കിഴക്കിൻ്റെ ഭാഗത്തുണ്ട്, അവിടെ തെക്കിൻ്റെ ആ കിഴക്ക് ഭാഗത്ത് ഗ്രില്ല് ഗേറ്റ് കൊടുക്കരുത്, അടഞ്ഞ ഗേറ്റായിരിക്കണം. അടഞ്ഞപ്പോൾ ഇപ്പോഴത്തെ നിസ്സാരമാണ്, അത് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് ഗ്ലാസ് അടഞ്ഞിരിക്കും, ഇങ്ങോട്ട് പോവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ കാറ് കൊണ്ടുപോവുക, തുറക്കുക, വയ്ക്കുക, അടയ്ക്കുക, ആ രീതിയിൽ ക്രമീകരിക്കുക. മറ്റേത് നമുക്ക് അത്യാവശ്യം ആൾക്കാർ കയറാൻ എടുക്കണം ചെയ്യാം. സാർ, ഇനി ഇപ്പോൾ ഈ പുതിയൊരു പ്രവണത കണ്ടുവരുന്നത് പ്രധാന വാതിലിനോട് ചേർത്ത് ഒരു ചെറിയ വാതിൽ ചെയ്യുക. സാറ് കണ്ടിരിക്കും പലരുണ്ട്. അത് ഒരുപാട് പേര് എനിക്ക് ദൂരദർശനിലെ ചാനലിൽ അതിലൊരു ഇതിൽ ഞാൻ പറയുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞത് എന്തോ തള്ളയും പിള്ളി, അതാണ് ആ ഭാഷ. ഇപ്പോൾ ആരാവുന്ന ഇറങ്ങി കൊടുത്തതാണത്. അതായത് 1:30, അതായത് ഞാൻ പറയുന്നത് സാധാരണ 1 മീറ്റർ ഒറ്റപ്പാളി, 1:20, 1:30, 2 പാളിയായിട്ട്.
ഈ 2 പാളി ചെയ്യുന്നതിൽ അതിനെ ഒരു പാളിയെ വീതി കൂട്ടിയെടുക്കും. അതിനാണ് തള്ളയെന്ന് പറയുന്നത്. പിള്ളയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീതി കുറച്ചെടുക്കും. അതങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ശാസ്ത്രത്തിൽ തുല്യമായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ വീടിൻ്റെ കറക്റ്റായിട്ട് 2 പാളി, ഇപ്പോൾ 120 ധാരാളം മതി. 2 പാളിയിട്ട് അകത്തേക്ക് നമ്മൾ തുറക്കുക. പിന്നെ ഈ അത് വേറെ ഒരു കാര്യമുണ്ട്, അതിൽ ഗ്ലാസ് ഇട്ട് കളി കട്ടിയുള്ള. ഒരിക്കലും തന്നെ പൂമുഖ വാതിൽ, പ്രധാനപ്പെട്ട വാതിൽ അത് തടി തന്നെ ആയിരിക്കും. തടി നല്ല ഹാർഡ്വുഡ് തന്നെ ആയിരിക്കണം, തേക്കോ അല്ലെങ്കിൽ നല്ല പ്ലാവോ അതൊക്കെ വേണം. ഇപ്പോൾ ഈ നമുക്ക് അകത്തെ മെറ്റലോ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ നിന്ന് തടി തന്നെ വേണം, വുഡ്. അതേ ഊർജം പിടിച്ചു വയ്ക്കുകയുള്ളൂ, മറ്റേ ഊർജം പിടിച്ചു വയ്ക്കില്ല. ഒറ്റ വാതിൽ മതി. ഒരു സിംഗിൾ പാളിയാവാം, പിന്നെ 2 പാളിയാണ്. 2 പാളി സമായിരിക്കണം. അല്ല സാർ, ഇപ്പോൾ പലയിടത്തും അതിനോട് ചേർന്നൊരു ജന്നാലയും അല്ലെങ്കിൽ ഒരു അല്ല, ഈ ഡോറ് കഴിഞ്ഞ ശേഷം പഠിച്ചിട്ട് ഒരു ഫ്രെയിം വന്നിട്ട് ഇങ്ങോട്ടും ഫ്രഞ്ച് വിൻഡോ അങ്ങനെ ചേർക്കുന്ന തടസ്സമില്ല. ഇതല്ല ഞാൻ പറഞ്ഞ ഈ 2 പാളിയിൽ ഒരു പാളി തന്നെ ഗ്ലാസ് ആക്കുന്നതാണ് പാടില്ല എന്ന് പറഞ്ഞത്. സാർ, ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഒന്ന് ഈ 4 ദിക്കിലുള്ള വീട് പറഞ്ഞു. വീടിൻ്റെ പൂജാമുറി അത്യാവശ്യമാണോ? വീടിൻ്റെ പൂജാമുറി ഇത് ഓരോ ആൾക്കാരുടെയും പിന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂജാമുറി നിൽക്കുന്നത്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് പൂജാമുറി പരിപാലിക്കാനുള്ള സൗകര്യമില്ല, സ്ഥലമുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് ഞങ്ങൾ പരിപാലിക്കാറില്ല. അത് സ്ത്രീകളുടെ പീരീഡ് സമയത്ത് ഞങ്ങൾക്ക് വിളക്കെത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞങ്ങൾ പൂജാമുറി ഒഴിവാക്കി. ശരിക്കും പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും മനസ്സമാനം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം ഒരു വീടിനകത്ത് ക്രമീകരിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് പൂജാമുറിയായിട്ട് എടുക്കാറുണ്ട്. പൂജാമുറിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വടക്കിഴക്കേ മൂലഭാഗം സ്ഥലം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങൾ, അല്ലെങ്കിൽ ആ ഗ്രഹാന്തരീക്ഷ അനുസരണമായ രീതിയിൽ എവിടെ വേണോ ചെയ്യാം. മുറിയുണ്ടെങ്കിൽ മുറിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വയ്ക്കാം. ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിക്കണം അത്യാവശ്യമാണ്. അല്പം നെയ്യ് ഒഴിച്ച് കത്തിക്കണം. വീടിനകത്ത് പോസിറ്റീവ് എനർജി കൂടുതലുണ്ടാക്കും. വിളക്ക് കത്തിക്കണം. നമുക്ക് എന്തെങ്കിലും കൊണ്ട് ഒരു മനസ്സിന് ചെറിയ പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും എവിടെയും കൊണ്ട് ചാരി വയ്ക്കാനുള്ള ഒരിടമുണ്ട് പൂജാമുറി എന്ന് പറയുന്നത്. ചില ആൾക്കാർ പൂജാമുറിക്ക് ഒരുപാട് സമയം എടുക്കും, ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഉമ്മറത്ത് വിളക്ക് കൊളുത്തുന്നതിന്, ഉമ്മറത്ത് പണ്ട് കാലത്തൊക്കെ തന്നെ നമ്മുടെ നിലവിളക്ക് കൊളുത്തി ദീപം നട കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് അതിനോടൊപ്പം തന്നെ ലക്ഷ്മി വിളക്ക് കത്തിച്ച് വയ്ക്കുക. അത് രണ്ടും ആവാം തടസ്സം. എന്നാൽ പൂജാമുറിയായിട്ട് ഒരിക്കലും തന്നെ സിറ്റൗട്ട് പാടില്ല. അങ്ങനെ ആ പൂജാമുറിയുടെ കിട്ടണമെങ്കിൽ അതിൻ്റെ ചൈതന്യം വെളിയിലേക്കാണ് പോകുന്നത്. അത് ആ പൂജാമുറി നാട്ടുകാർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. കാരണം അതിൻ്റെ പവർ നമുക്ക് വീടിനകത്ത് കിട്ടില്ല. വീടിനകമായിട്ട് തന്നെ നമുക്ക് പൂജാമുറി വരണം. വീട്ടിനകത്ത് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പടങ്ങളെല്ലാം പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്ന കിഴക്കോട്ടും ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പൂജാമുറിക്ക് ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, തെക്കോട്ട് ഡോർ വരാമോ? പാടില്ല. നേരത്തെ അപ്പോൾ ഇങ്ങനെ തെക്കോട്ട് കയറി തിരിഞ്ഞത് നമുക്ക് കഴിയുന്നതും കിഴക്ക് പടിഞ്ഞാറ് ആ ഒരു കണക്ക് തന്നെ ഏറ്റവും നല്ലത്. അല്ലാതെ പടങ്ങൾ കൊണ്ട് തെക്ക് ഭാഗത്ത് വയ്ക്കാൻ പാടില്ല, അല്ല വടക്ക് ഭാഗത്ത് വയ്ക്കാൻ പാടില്ല. ഒന്നീ കിഴക്ക് ഭാഗത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുക. ഇതൊക്കെ ആരുടെയും ഇതൊക്കെ പണ്ട് കാലം എല്ലാ അമ്മമാർക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയൊരു കേസൊന്നും അല്ല അത്. അതുകൊണ്ട് പിന്നെ ഇപ്പോഴിപ്പോൾ വന്ന് ഇപ്പോഴും നമുക്ക് നേരത്തെ തന്നെ ഒരു തേക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തട്ട് പല വെച്ചിട്ട് സാക്ഷാൽ മഹാഗണപതി തൊട്ട് അമ്പാങ്ക വെച്ചിട്ട് വിളക്ക് കത്തിക്കും, അതൊക്കെ ധാരാളം മതി, ഇല്ല ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എല്ലാം കിളിക്കൂടായല്ലോ. അതെ, പുതിയ സംവിധാനമാണ്. എവിടെ വയ്ക്കാം, ഒരു കൂടി എവിടെ വേണോ മാറ്റി വയ്ക്കാം. അങ്ങനെ ആൾക്കാർക്ക് ഈ മോഡേൺ ടെക്നോളജി വരുമ്പോൾ തന്നെ അതിൻ്റെ അനുസരിച്ചൊരു മാറ്റങ്ങൾ പൂജാമുറിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശ്വാസം എല്ലാം രക്ഷിക്കും. എന്തായാലും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഇപ്പം നിൽക്കാം. സംശയങ്ങൾ തീരുന്നില്ല. ഇനി വാസ്തു പ്രധാനമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. വരും എപ്പിസോഡിൽ കാണാം. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുരളി സാറിന് വളരെയധികം നന്ദി. നമസ്കാരം.